Good morning to all. ഇപ്പം നമ്മൾ 2 ചാപ്റ്റർ തീർന്നു ഇപ്പോൾ ഇല്ലേ? കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 2 ചാപ്റ്റേഴ്സ് തീർന്നു. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ റിവ്യൂ C++ പ്രോഗ്രാം ആയിരുന്നു. സെക്കൻഡ് ചാപ്റ്റർ അറേ എന്ന് പറഞ്ഞ ചെറിയ ചാപ്റ്റർ ആയിരുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ഉണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾ. ഓക്കെ, അപ്പം ഞാൻ അടുത്ത ചാപ്റ്റർ എടുക്കുകയാണ്. ചാപ്റ്റർ 3 ഫങ്ഷൻസ്. ഇതിൽ നമ്മൾ എന്താ പഠിക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഫംഗ്ഷൻ, C++ൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണ്, ഫംഗ്ഷൻസിന് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അത് ഏതൊക്കെയാണ്, എന്തിനൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് തേർഡ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, ഞാൻ പറയാൻ പോണത് ഇതിൽ ആദ്യം പറയാൻ പോകുന്നത് കൺസെപ്റ്റ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ് ആണ്. മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാർജ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാമിനെ ചെറിയ ചെറിയ സബ് പ്രോഗ്രാമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോഡുലാർ പ്രോഗ്രാമിംഗ്. എ ലാർജ് പ്രോഗ്രാം വിൽ ബി ഡിവൈഡഡ് ഇൻ ടു സ്മോൾ സബ് പ്രോഗ്രാം ഈസ് നോൺ ആസ് മോഡുലാർ പ്രോഗ്രാമിംഗ്. ഓക്കെ, ആൻഡ് എന്നിട്ട് നമ്മൾ സബ് പ്രോഗ്രാമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓരോ സബ് പ്രോബ്ലവും നമ്മൾ എന്ത് ചെയ്യും, സൊല്യൂഷൻസ് കണ്ടുപിടിക്കും. അങ്ങനെയാണ് അതിൻ്റെ ടോട്ടൽ സൊല്യൂഷൻ ആയിട്ട് മാറുന്നത്. സോ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ large problem will be divided into small subproblem that can be solved by writing separate program. This kind of approach is known as modular programming. The process of breaking, അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോഡുലൈസേഷൻ എന്ന് പറയുന്നത്. The process of breaking large program into smaller subprogram is called modularization എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഓരോ നമുക്കിപ്പോൾ പ്രോഗ്രാമായിട്ട് ഡിവൈഡ് ചെയ്യുന്നോ, ഈ ഓരോ സബ് പ്രോഗ്രാമിനെയും പറയുന്ന പേരാണ് മൊഡ്യൂൾസ് അല്ലെങ്കിൽ ഫങ്ഷൻസ്. സോ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തായിരിക്കും, ഒരു ടാസ്ക് അറ്റൈൻ ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് പ്രോഗ്രാമിന് ചെറിയ ചെറിയ കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോഡുലാർ പ്രോസസ്സിനെ പറയുന്നതാണ് മോഡുലൈസേഷൻ. ആ പ്രോഗ്രാമിംഗ് ആണ് എന്ന് പറയുന്നത് മോഡുലാർ പ്രോഗ്രാമിംഗ്. ആൻഡ് ഈച്ച് സബ് പ്രോഗ്രാം ഈസ് നോൺ ആസ് മൊഡ്യൂൾസ് ഓർ ഫങ്ഷൻസ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് മോഡുലാർ പ്രോഗ്രാമിംഗിന്റെ അഡ്വാൻറ്റേജസ് ഇല്ലെങ്കിൽ മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്നാണ്. എന്തൊക്കെ മെയിനായിട്ട് 4 മെറിറ്റ്സ് ആണുള്ളത്. ഇത് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. എന്തൊക്കെയാണ് മെറിറ്റ്സ് എന്ന് പറയുന്നത്, റെഡ്യൂസസ് ദ സൈസ് ഓഫ് ദ പ്രോഗ്രാം. വലിയ പ്രോഗ്രാം ആണെങ്കിൽ നമുക്ക് അതിന്റെ സൈസ് എന്താക്കാൻ പറ്റും, ഒരു ചെറിയ ചെറിയതായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ സൈസ് കുറയ്ക്കാനായിട്ട് പറ്റും. ലെസ് ചാൻസ് ഓഫ് എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് കുറവായിരിക്കും. അതുപോലെ ഒറ്റയടിക്ക് ഒരു വലിയ പ്രോഗ്രാം മനസ്സിലാക്കണേക്കാട്ടും നല്ലത് ഓരോരോ സെക്ഷൻസ് ആയിട്ട് മനസ്സിലാക്കുന്നതായിരിക്കും ഈസി. റെഡ്യൂസസ് ദ പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി. അതുപോലെ തന്നെ ഒരു മെത്തേഡ് ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി. അതായത് ഇപ്പം നമ്മൾ ഓരോരോ സബ് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു പറഞ്ഞു. ഇപ്പം ഈ പാർട്ട് തന്നെ നമുക്ക് വേറെ സ്ഥലത്ത് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് ഉപയോഗിക്കും, കോഡ് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മാത്രം മതി. റീയൂസബിലിറ്റി. സോ ദീസ് ആർ ദ മെയിൻ 4 merits of modular programming. What are they? Reduces the size of the program, less chance of error occurrence, reduces program complexity and improves reusability. അപ്പോൾ അതുപോലെ ഇപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് മോഡുലാർ പ്രോഗ്രാമിങ്ങിന് മെറിറ്റ്സ് ഉള്ള പോലെ തന്നെ കുറച്ച് ഡിമെറിറ്റ്സും ഉണ്ട്. മെയിനായിട്ട് 2 ഡിമെറിറ്റ്സുകളാണ് മോഡുലാർ പ്രോഗ്രാമിങ്ങിനുള്ളത്. പ്രോപ്പർ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ദ പ്രോഗ്രാം ഈസ് എ ചലഞ്ചിങ് ടാസ്ക്. എവിടെ വെച്ചാണ് പ്രോഗ്രാം നമുക്ക് ബ്രേക്ക് ചെയ്യണമെന്നുള്ളത് നമ്മൾ ക്ലിയർ ആയി മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് എന്തുണ്ടാവും, ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈച്ച് സബ് പ്രോഗ്രാം മസ്റ്റ് ബി ഇൻഡിപെൻഡന്റ് ഓഫ് അതേഴ്സ്. ഓരോ പ്രോഗ്രാമും നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഏത് ഓർഡർ ആണെന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കാനും നമുക്ക് എന്താണ് പാട്. ഇപ്പം നമ്മൾ കുറേ സൊല്യൂഷൻസ് ഓരോന്നിൻ്റെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഒരു ഓർഡർ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യുന്നത്. ഓർഡർ തെറ്റിക്കഴിഞ്ഞാൽ മൊത്തം പ്രോഗ്രാമിങ്ങും തെറ്റിപ്പോവും. അപ്പം ഇത് രണ്ടുമാണ് ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് പ്രോഗ്രാമിന് ചെറിയ ചെറിയ കമ്പോണൻസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രോഗ്രാമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനെ പറയുന്നതാണ് മോഡുലൈസേഷൻ എന്നുള്ളത്. ആൻഡ് ഓരോ സെക്ഷൻസും ഇല്ലെങ്കിൽ ഓരോ പ്രോഗ്രാമിനെയും പറയുന്നതാണ് നമ്മൾ മൊഡ്യൂൾസ് ഇല്ലെങ്കിൽ ഫങ്ഷൻസ് എന്നാണ് പറയുന്നത്. ഇനി മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്, there are mainly 4 merits of modular programming. What are they? Reduces the size of the program, less chance of error occurrence, reduces the program complexity, improve reusability. Okay, മെറിറ്റ്സ് ഉള്ള പോലെ തന്നെ കുറച്ച് ഡിമെറിറ്റ്സും മോഡുലാർ പ്രോഗ്രാമിങ്ങിനുണ്ട്. പ്രോപ്പർ ബ്രേക്കിംഗ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അതൊരു ചലഞ്ചിങ് ആണ്. അതുപോലെ തന്നെ ഓരോ പ്രോഗ്രാമും ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഓർഡർ ഓഫ് എക്സിക്യൂഷൻ കെയർഫുള്ളായി നമ്മൾ മാനേജ് ചെയ്യണം. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതും അതിൻ്റെ ഒരു ഡിമെറിറ്റ്സ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവുകയാണ് ഈ ചാപ്റ്ററിൽ.
ഫങ്ഷൻസ് ഇൻ C++ എന്താണെന്നാണ് പറയാൻ പോണത്. ഫങ്ഷൻസ് പറയുന്നതിന് മുമ്പ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ എന്ത് മനസ്സിലാക്കാം, അതൊരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും. ഒരു ടാസ്ക് സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസിന് നമുക്ക് എന്തെന്ന് പറയാം, ഒരു ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളോട് ഒരു കോഫി ഉണ്ടാക്കാൻ പറഞ്ഞെന്ന് വിചാരിച്ചോ. സോ നമ്മൾ കോഫി മേക്ക് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അതിനകത്ത്? വാട്ടർ വേണം, മിൽക്ക് വേണം, കോഫി പൗഡർ വേണം, ഷുഗർ. ദീസ് ആർ ദ ബേസിക് തിങ്സ്. ഓക്കെ, ഇത് ഇത്ര ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ ഒരു കോഫി ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഒരു പാത്രത്തിൽ നമ്മൾ വാട്ടർ എടുക്കും. വാട്ടറിനകത്തേക്ക് വാട്ടർ ബോയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് വാട്ടറും മിൽക്കും കൂടെ ചേർത്ത് വെക്കും. ദെൻ വാട്ടർ ബോയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് കോഫി പൗഡറും ഷുഗറും ആഡ് ചെയ്യും. ഇത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് കിട്ടും, തിരിച്ച് എന്ത് കിട്ടും, ഒരു കോഫി ഉണ്ടായി കിട്ടുകയാണ് ചെയ്യണത്. സോ ദാറ്റ് സ്റ്റെപ്സ് ആർ നോൺ ആസ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കോഫി ഉണ്ടാക്കാൻ നേരത്ത് ഇപ്പം ഞാൻ പറഞ്ഞു നോക്കിയേ, മേക്ക് എ കോഫി. അതിനകത്ത് എന്തൊക്കെ ആവശ്യമാണ് സാധനങ്ങൾ? വാട്ടർ, മിൽക്ക്, ഷുഗർ, കോഫി പൗഡർ, ഇത്രയും ആവശ്യമാണ്. ഇതെല്ലാം കൂടെ കറക്റ്റായിട്ട് ഓർഡറിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് സാധനം കിട്ടും, ഒരു കോഫി ഉണ്ടായി കിട്ടും. ആ ഉണ്ടാവണ കോഫി നമ്മൾ എവിടെ സൂക്ഷിക്കും, ഒരു കപ്പിനകത്ത് ഉണ്ടാക്കി സൂക്ഷിക്കും. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കി, ഇപ്പം ഞാൻ എഴുതിയേക്കണോ, മേക്ക് കോഫി ബ്രാക്കറ്റിൽ കുറേ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എഴുതി. ഇതിനാവശ്യമുള്ള സാധനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയണത്, ഈ ഫംഗ്ഷനകത്ത് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയും. എന്തൊക്കെയാണോ ഇതിനാവശ്യം അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പാരാമീറ്റേഴ്സ് ഇല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഇത് ഉണ്ടാക്കുന്ന സാധനത്തിന് അതിനൊരു പേരിനെ നമ്മൾ എന്താ പറയുക, ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത്. എന്താണോ ചെയ്യാൻ പോണോ അതിനൊരു പേര് കൊടുക്കും. അതാണ് നമ്മൾ അതിനകത്ത് ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത്. എന്തൊക്കെയാണോ ആവശ്യം അതിനെ നമ്മൾ പറയുന്നതാണ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു സാധനം തിരിച്ച് റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് ആണ് എന്തെന്ന് പറയുന്നത്, കോഫി എന്ന് പറയുന്നത്. മനസ്സിലാവും. അപ്പോൾ ഇതാണ് എന്താണ് ഫംഗ്ഷൻ. അപ്പോൾ ഒരു ഫംഗ്ഷൻ എന്തുണ്ടായിരിക്കും, ഒരു നെയിം ഉണ്ടായിരിക്കും ഒരു ഫംഗ്ഷന്. അതുപോലെ ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് സാധനം എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് ആയിരിക്കും. കുറച്ച് വേരിയബിൾസ് ആവശ്യമായിട്ട് വരും. തിരിച്ച് നമുക്ക് എന്തും കിട്ടും, ഒരു വാല്യൂ തിരിച്ച് റിസൾട്ടും കിട്ടും. ഇങ്ങനെ വന്ന സാധനത്തിനെയാണ് നമ്മൾ എന്താ പറയുക, ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഫംഗ്ഷൻ ഈസ് എ നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ എ പ്രോഗ്രാം ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. ഒരു ടാസ്ക് അറ്റൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കുറേ പേരുള്ള കുറേ സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫംഗ്ഷൻ. ഈ കറക്റ്റായിട്ട് ഡെഫിനിഷൻ പഠിക്കണം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫംഗ്ഷൻ ഈസ് നെയിംഡ്, അതിനൊരു പേരുണ്ട്, നെയിം യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്, കുറേ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരിക്കും, ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. It is not necessary that all the functions require some parameters. എല്ലാ ഫംഗ്ഷൻസിനും പാരാമീറ്റേഴ്സ് വേണമെന്ന് നിർബന്ധമില്ല. ബട്ട് ഇറ്റ് മസ്റ്റ് റിട്ടേൺ സം വാല്യൂ. പക്ഷേ ഒരു വാല്യൂ തിരിച്ചത് റിട്ടേൺ ചെയ്തിട്ടുണ്ടാണ്. ഇപ്പോൾ നമ്മളിവിടെ കോഫി കിട്ടുമെന്ന് പറഞ്ഞില്ല, അതുപോലെ ഫംഗ്ഷൻ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു റിസൾട്ട് തിരിച്ച് കിട്ടിയിട്ടുണ്ടാവണം. അതാണ് എൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതണം. ഫംഗ്ഷൻ എന്താണ്? Function is a named unit of statements in a program to perform a specific task. It is not necessary that all the parameters should require, but it should return some value. Okay, then functions can be classified into mainly two types: predefined functions and user defined functions. Predefined functions നെ തന്നെ പറയുന്ന വേറൊരു നെയിമാണ് built-in functions or user defined functions. മനസ്സിലായോ? അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗ്ഷൻ ഈസ് എ നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ എ പ്രോഗ്രാം ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക് ആൻഡ് ദർ ഈസ് നോട്ട് നെസസറി ദാറ്റ് ഇറ്റ് ഷുഡ് റിക്വയർ സം പാരാമീറ്റേഴ്സ് ബട്ട് all of them return some value. The function can be classified into mainly two types. What are they? Predefined function or built-in functions and user defined functions. Okay. Next one, predefined function or built-in functions. Predefined functions എന്ന് വെച്ച് കഴിഞ്ഞാൽ C++ന്റെ ലൈബ്രറിക്കകത്ത് ഓൾറെഡി ഉള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, predefined functions or built-in functions എന്ന് പറയുന്നത്. The functions that are already written or compiled and their definitions are grouped and stored in a header file. അതൊരു ഹെഡർ ഫയലിനകത്തായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, predefined functions or built-in functions എന്ന് പറയുന്നത്. അപ്പോൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, യൂസേഴ്സ് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ടു ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്, പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻ ആൻഡ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. പ്രീഡിഫൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി C++ൽ അവൈലബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. ആൻഡ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ, ദാറ്റ് ഫംഗ്ഷൻസ് ആർ ഡിഫൈൻഡ് ബൈ ദ users. Okay, next we discuss about parameters or arguments. ഞാൻ പറഞ്ഞു നമ്മൾ ഫംഗ്ഷന്റെ പേര് എഴുതി അതിന്റെ ബ്രാക്കറ്റിൽ എഴുതി കൊടുക്കുന്ന സാധനങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, പാരാമീറ്റേഴ്സ്. ദാറ്റ് മീൻസ് എന്താണോ ആ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന
സാധനങ്ങൾ, അതായത് നമ്മുടെ പ്രോഗ്രാമിലേക്ക് പറയുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന വേരിയബിൾസ് ഇല്ലെങ്കിൽ വാല്യൂസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. സം ഫംഗ്ഷൻ റിക്വയർസ് സം ഡാറ്റ ഫോർ പെർഫോമിംഗ് ദ ടാസ്ക് അസൈൻ ടു. ഒരു ടാസ്ക് കഴിഞ്ഞാൽ ചില ഫംഗ്ഷന് ചില ഡാറ്റാസ് ആവശ്യമായി വരും. ആ ഡാറ്റാസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ എഴുതി കൊടുക്കുന്നത് ബ്രാക്കറ്റ്സിനെ പറയുന്നതാണ് പാരാന്തസിസ്. ഫംഗ്ഷന്റെ പേരിന്റെ ഒപ്പമുള്ള ബ്രാക്കറ്റ്സിലാണ് നമ്മൾ അത് എന്ത് എഴുതി കൊടുക്കുന്നത് പാരാമീറ്റേഴ്സിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ഇതിനെ പറയുന്നതാണ് പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഞാനിവിടെ ഒരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. ഇൻറ്റ് ഏരിയ 20,30 എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നതാണ് ഇതിനകത്ത് എന്തെന്ന് പറയുന്നത് ഫംഗ്ഷന്റെ പേര്. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫംഗ്ഷന്റെ പേര് എന്താണ്? ഏരിയ എന്ന് പറയുന്നതാണ് ഫംഗ്ഷന്റെ പേര്. ഇതിനകത്ത് ബ്രാക്കറ്റിലുള്ള രണ്ട് വാല്യൂസ് ഉണ്ട്. ഇതിന് രണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെന്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്ന ഡാറ്റാസ് ഇല്ലെങ്കിൽ വേരിയബിൾസ് ഇല്ലെങ്കിൽ വാല്യൂസ്, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, then next നമ്മൾ പറയുന്നത് പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻസ്, എന്താണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്നാണ് ചാപ്റ്ററിൽ പറയുന്നത്. സോ നമ്മൾ ഇനി പറയാൻ പോകുന്നത് പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആണ്. സോ പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ C++ൽ അവൈലബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത് പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻസിനെ മെയിൻ ആയിട്ട് 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കൺസോൾ ഫംഗ്ഷൻ ഫോർ ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട്, സ്ട്രീം ഫംഗ്ഷൻ ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട്, സ്ട്രിംഗ് ഫംഗ്ഷൻ, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആൻഡ് ക്യാരക്ടർ ഫംഗ്ഷൻ. കൺസോൾ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും വേണ്ടിയുള്ള കൺസോൾ ഫംഗ്ഷൻസ്, ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും വേണ്ടിയിട്ടുള്ള സ്ട്രീം ഫംഗ്ഷൻസ്, സ്ട്രിംഗ് ഫംഗ്ഷൻ, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, ക്യാരക്ടർ ഫംഗ്ഷൻ. ഇത്രയാണ് പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പറഞ്ഞത്? ഒരു പുതിയ കൺസെപ്റ്റ് ആണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യം നമ്മൾ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താണെന്ന് പറഞ്ഞു. മോഡുലാർ പ്രോഗ്രാമിംഗിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. ദെൻ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു. ഫംഗ്ഷൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആൻഡ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. രണ്ടും എന്താന്ന് പറഞ്ഞു. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് പാരാമീറ്റേഴ്സ് എന്താന്ന് പറഞ്ഞു. പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്ന വാല്യൂസ് ഓർ വേരിയബിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഇത്രയാണ് ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ മനസ്സിലായേ എന്ന് വിചാരിക്കണം. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി ഓരോ ഫംഗ്ഷനും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. ഓക്കെ, താങ്ക് യു.